ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ തുർക്കി സന്ദർശനം ഇന്നു മുതൽ. പ്രസിഡന്റ് തയ്യിബ് ഉർദുഗാന്റെ ക്ഷണപ്രകാരമാണ് സുൽത്താന്റെ സന്ദർശനം. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും പുതിയ മേഖലകളിലേക്ക് ഉഭയകക്ഷി ബന്ധം വ്യാപിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകളും പരസ്പരം കൈമാറും. പൊതുജനാരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങളിൽ ദാഖിലിയ നഗരസഭ പരിശോധനകൾ തുടരുന്നു. ഗുരുതരമായ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 2 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. 3 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി. ഭക്ഷ്യയോഗ്യമല്ലാത്ത 56 കിലോഗ്രാം വസ്തുക്കളും പാചകത്തിന് യോഗ്യമല്ലാത്ത നിരവധി പാത്രങ്ങളും കണ്ടുകെട്ടിയതായി ഇവ നശിപ്പിച്ചതായും നഗരസഭ അധികൃതർ വ്യക്തമാക്കി. പരിശോധന വരും ദിവസങ്ങളിലും തുടരും. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലും മസ്കറ്റ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നഗരസഭകൾ പരിശോധന നടത്തിയിരുന്നു. സ്പെയിനിലെ രാജാവായ ഫിലിപ്പെ ആറാമനിൽ നിന്നുള്ള സന്ദേശം ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന് കൈമാറി. ഒമാനിലെ സ്പെയിൻ അംബാസിഡർ ഫ്രാൻസിസ്കോ ജാവേർ ഡി ഇസ്റ്റൂറിസ് വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ അൽ ബുസൈദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് രേഖാമൂലമുള്ള സന്ദേശം കൈമാറിയത്. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ യോഗം ചർച്ച ചെയ്തു. ഉഭയകക്ഷി ബന്ധം ആഴത്തിലാക്കുക, പരസ്പര താൽപ്പര്യമുള്ള മേഖലകളിൽ സഹകരണത്തിനുള്ള അവസരങ്ങൾ പര്യവേക്ഷണം ചെയ്യുക എന്നിവയുമായി ബന്ധപ്പെട്ടും സംസാരിച്ചു. ഇരു രാജ്യങ്ങളെയും ബാധിക്കുന്ന നിരവധി പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങൾ കൈമാറി. ഒമാനിൽ ഇന്നു മുതൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മുസന്തം, ബുറൈമി, ദാഹിറ, ദാഖിലിയ, അൽവുസ്ത, ദോഫർ ഗവർണറേറ്റുകളിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടേക്കാം. കടൽക്ഷോഭം രൂക്ഷമാകാനും സാധ്യതയുണ്ട്. മുസന്തം തീരങ്ങളിലും ഒമാൻ കടലിലും 2.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടിക്കാറ്റിന് സാധ്യതയുണ്ട്. ഇത് ദൂരക്കാഴ്ചയെ ബാധിച്ചേക്കാം. അതേസമയം രാജ്യത്ത് താപനില കുറഞ്ഞിട്ടുണ്ടെങ്കിലും ശൈത്യകാലം ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്ന് ഒമാൻ മെട്രോളജി വിഭാഗത്തിലെ കാലാവസ്ഥാ വിദഗ്ധൻ അറിയിച്ചു. ഒമാനിൽ ശൈത്യകാലം ഡിസംബർ 21 അല്ലെങ്കിൽ 22 ആയിരിക്കും ആരംഭിക്കുന്നത്. മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ അരങ്ങേറുന്ന വേദികൾ അധികൃതർ പുറത്തുവിട്ടു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 7 വേദികളിലായാണ് ഇത്തവണ ഫെസ്റ്റിവൽ നടക്കുക. ഖുറം നാച്ചുറൽ പാർക്ക്, അമറാത്ത് പാർക്ക്, നസീം പാർക്ക്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ, സൂറൽ ഹദീദ് ബീച്ച്, വാദി അൽ ഖൂദ്, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ എന്നിവയാണ് ഫെസ്റ്റിവൽ വേദികൾ. ഫെസ്റ്റിവൽ നഗരികൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടക്കും. അടുത്ത മാസം 23 ആരംഭിക്കുന്ന ഫെസ്റ്റിവൽ ജനുവരി 21 വരെ തുടരും. ഓരോ വേദികളിലുമായി വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറും. ഒരേ സമയം 7 സ്ഥലങ്ങളിലും ഫെസ്റ്റിവൽ ആസ്വദിക്കാനാകുമെന്ന പ്രത്യേകതയുമുണ്ട്. പരിപാടികൾ നിയന്ത്രിക്കുന്നതിനായി യുവാക്കളും യുവതികളുമായ 500 പേരെ നിയമിക്കും. ചരിത്രവും പാരമ്പര്യവും കലകളും ഭക്ഷണവും ആഘോഷിക്കുന്ന ഒമാനിലെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടിയായ മസ്കറ്റ് നൈറ്റ്സ് ഇത്തവണ ഏറെ സർപ്രൈസിംഗ് ആകും. ഓപ്പൺ തിയേറ്റർ, കുട്ടികളുടെ തിയേറ്റർ, വിനോദ കലാകേന്ദ്രം, നാടോടി നൃത്ത കേന്ദ്രം തുടങ്ങി വ്യത്യസ്തത നിറഞ്ഞ കാഴ്ചകൾ ഇത്തവണയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളുടെ വസ്ത്രങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും സ്റ്റാളുകളുണ്ടാകും. ഇന്ത്യ, ലബനൻ, ഖസാക്കിസ്ഥാൻ, തുർക്കി, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത നൃത്തങ്ങളടക്കമുള്ള പരിപാടികളും ഇത്തവണ ഫെസ്റ്റിവൽ നഗരികളിൽ കാണാൻ. അതത് രാജ്യങ്ങളിൽ നിന്നും ഫെസ്റ്റിവലിനായി പ്രത്യേകമെത്തുന്ന സംഘമാണ് കലാപരിപാടികൾ അവതരിപ്പിക്കാറുള്ളത്. അതേസമയം ഫെസ്റ്റിവലിന്റെ ഭാഗമാകാൻ താൽപ്പര്യമുള്ള കമ്പനികളിൽ നിന്നും ടെൻഡർ അധികൃതർ നേരത്തെ സ്വീകരിച്ചിരുന്നു. പരസ്യ സ്ക്രീനുകളുടെ വിതരണം, ഇൻസ്റ്റാളേഷൻ, ഖുറം നാച്ചുറൽ പാർക്ക്, നസീം പാർക്ക്, അമറാത്ത് പാർക്ക് എന്നിവിടങ്ങളിലെ തിയേറ്ററുകളുടെ പ്രവർത്തനം, ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും എന്നിവയാണ് പ്രധാന ടെൻഡറുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ഇല്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. പി സന്തോഷ് കുമാർ MP യുടെ ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത്.
നോൺ മെട്രോ നഗരങ്ങളിൽ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് കൂടുതൽ അന്താരാഷ്ട്ര ഗതാഗതം നടത്താൻ അവസരം നൽകുകയാണ്. അതുകൊണ്ടാണ് കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ നൽകാത്തതെന്നാണ് സന്തോഷ് കുമാർ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്രം നൽകിയ മറുപടി. പോയിന്റ് ഓഫ് കോൾ പദവി നിഷേധിച്ചത് പ്രവാസികൾക്കും കേരള വികസനത്തിനും വലിയ തിരിച്ചടിയായെന്ന് സന്തോഷ് കുമാർ MP കൂട്ടിച്ചേർത്തു. എന്നാൽ പോയിന്റ് ഓഫ് കോൾ പദവി ലഭിച്ചാൽ കണ്ണൂർ വിമാനത്താവളത്തിന് വൻ കുതിച്ചുചാട്ടം നടത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഇതോടെ ഇല്ലാതായത്. പദവി ലഭിച്ചാൽ മാത്രമേ വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂരിൽ നിന്നും സർവീസുകൾ നടത്താൻ കഴിയൂ. നിലവിൽ രാജ്യത്തിനകത്തുള്ള വിമാന കമ്പനികൾക്ക് മാത്രമാണ് സർവീസ് നടത്താൻ അനുമതി നൽകിയിട്ടുള്ളത്. ഈ വിമാന കമ്പനികൾക്ക് ആവശ്യാനുസരണം സർവീസ് നടത്താൻ വിമാനങ്ങളും ലഭ്യമല്ല. അതിനാലാണ് യാത്രക്കാർ കൂടുതലുണ്ടെങ്കിലും കണ്ണൂരിൽ വിമാന സർവീസുകൾ ആവശ്യമനുസരിച്ച് നടത്താൻ സാധിക്കാത്തത്. കൂടുതൽ വിമാന സർവീസുകൾക്ക് അവസരമുണ്ടായാൽ എയർപോർട്ടിൽ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും അനുബന്ധ വികസനം സാധ്യമാക്കാനും സാധിക്കും. വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ ലഭ്യമാകാത്തത് കാരണം ഉത്തര മലബാറിലെ ജനങ്ങളുടെ യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ലഭ്യതയനുസരിച്ചുള്ള ചരക്ക് നീക്കം നടത്തുന്നതിനും വിഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. കണ്ണൂർ ജില്ലയ്ക്കും കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾക്കും പ്രയോജനകരമായ കണ്ണൂർ എയർപോർട്ട് കൂർഗ്, മൈസൂർ, മംഗലാപുരം എന്നിവിടങ്ങളിലെ യാത്രക്കാരുടെ പകരം എയർപോർട്ട് കൂടിയാണ്. അതേസമയം ഒമാനിൽ നിന്നടക്കം കണ്ണൂരിലേക്ക് ആകെയുള്ളത് ആഴ്ചയിൽ ചുരുക്കം സർവീസുകൾ മാത്രമാണ്. ഇവയിൽ പലതും തുടർച്ചയായി മുടങ്ങുന്നതും വൈകിപ്പോകുന്നതും അമിത നിരക്കുകൾ ഈടാക്കുന്നതും പ്രവാസികൾക്കും ദുരിതമായിരിക്കുകയാണ്. കൂടുതൽ വിമാന കമ്പനികൾ എത്തുന്നതോടെ ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇതിനും മങ്ങലേൽക്കുകയാണ്. കോഴിക്കോടും മംഗലാപുരവും വിമാനയാത്രയ്ക്കായി ആശ്രയിച്ചിരുന്ന പ്രവാസികളായ ഉത്തര മലബാറുകാർ കണ്ണൂർ വിമാനത്താവളത്തിന്റെ വരവ് നിറഞ്ഞ പ്രതീക്ഷയോടെയായിരുന്നു കണ്ടിരുന്നത്. തുടക്കത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച വിമാനത്താവളം നാളുകൾ കഴിഞ്ഞതോടെ പിന്നോട്ടുപോയി. കണ്ണൂരിൽ നിന്നും വിദേശ വിമാന കമ്പനികൾക്കും രാജ്യാന്തര സർവീസിന് അനുമതി ലഭിക്കുന്നില്ലെന്ന കാരണത്താൽ സർവീസ് ആരംഭിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച പല വിമാന കമ്പനികളും കണ്ണൂരിലെത്തിയില്ല. ഗോ ഫസ്റ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ എന്നിവ സർവീസ് നടത്തിയിരുന്ന കണ്ണൂർ എയർപോർട്ടിൽ ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ആകാശയാത്ര ബുദ്ധിമുട്ടിലായി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്നും ഒമാനിലേക്ക് യാത്ര ചെയ്യാൻ നിരവധി വിമാന കമ്പനികൾ നിലവിലുണ്ട്. കണ്ണൂരിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മാത്രമാണ് ആശ്രയം. വലിയ തുക നൽകി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് സർവീസ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പുമില്ല. കോഴിക്കോട് നിന്നും സലാം എയറും ഒമാൻ എയറും എയർ ഇന്ത്യ എക്സ്പ്രസും മസ്കറ്റിലേക്കും എയർ അറേബ്യ കണക്ഷൻ വിമാനത്തിൽ സൊഹറിലേക്കും സർവീസ് നടത്തുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തണമെങ്കിൽ 7 മണിക്കൂറിലധികം യാത്ര ചെയ്യണം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.